Dears, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് MUST must എന്ന് പറയുന്ന auxiliary verb-നെ കുറിച്ച് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്ന്, what is must? It is a must എന്ന് പറയും. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഇത്രയും നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് എ മസ്റ്റ്. അതൊരു മസ്റ്റ് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് മസ്റ്റ് ഉപയോഗിച്ച് വാക്കുകൾ പറയുമ്പോൾ. ദാറ്റ് മീൻസ് യു മസ്റ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചേ തീരും. ഓക്കെ, യു മസ്റ്റ്. അതിനോ യു മസ്റ്റ് റീഡ് ദ തിങ്സ്. നിങ്ങൾ വായിക്കണം, അതൊരു മസ്റ്റാണ്. യു മസ്റ്റ് ലിസൺ. നിങ്ങൾ ലിസൺ ചെയ്യണം, നല്ലപോലെ ശ്രദ്ധിക്കണം. ആൻഡ് യു മസ്റ്റ് സ്പീക്ക്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാ? യു മസ്റ്റ് സ്പീക്ക്. സ്പീക്ക് ചെയ്യണമെങ്കിലോ യു മസ്റ്റ് ലിസൺ. ഓക്കെ, ദറ്റ് ഈസ് മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. മസ്റ്റ് നിർബന്ധമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ആളോട് പറയുന്നത്. യു മസ്റ്റ് ഗോ ദർ, യു മസ്റ്റ് സീ ദം, യു മസ്റ്റ് ടോക്ക് ടു ദം, യു മസ്റ്റ് interact with them, and you must realize the things. കാര്യങ്ങൾ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. എല്ലാ കാര്യവും നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്യണം. യു മസ്റ്റ് ഡു ഓൾ ദ നെസസറി തിങ്സ്. എല്ലാ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം. യു മസ്റ്റ്ന്റ് റിട്ടേൺ സോ ക്വിക്ലി. അത്ര പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരണ്ട. യു മസ്റ്റ് നോട്ട് റിട്ടേൺ, യു മസ്റ്റ് നോട്ട് കം ബാക്ക്. വേഗം വരണ്ട. യു മസ്റ്റ് ഡു യുവർ ഡ്യൂട്ടി ദർ. ഫസ്റ്റ് യു മസ്റ്റ് ഡു യുവർ ഡ്യൂട്ടി. ആദ്യം നീ നിന്റെ പണി അവിടെ പോയിട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ. യു മസ്റ്റ് നോട്ട് ഐഡിൽ. വെറുതെ അലസമായിട്ട് സമയം ചെലവഴിക്കരുത്. ഓക്കെ, യു മസ്റ്റ്ന്റ് ഡു എനിത്തിങ്. ഓക്കെ, യു മസ്റ്റ് ഡു ദ നെസസറി തിങ്സ്. ഒരു കാര്യം മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ? വി മസ്റ്റ് ലിസൺ കെയർഫുള്ളി. വി മസ്റ്റ് ലിസൺ കെയർഫുള്ളി. Then we must watch some videos, right? And the most important thing is that we must speak. നമ്മൾ സംസാരിക്കണം. സോ എന്ത് മാത്രം പോരാ, വെറുതെ നമ്മൾ കേട്ടിരുന്നാൽ പോരാ. സോ വി മസ്റ്റ് സ്പീക്ക്, വി മസ്റ്റ് ലിസൺ. ലിസൺ ചെയ്യാതെ നമുക്ക് സംസാരിക്കാനും പറ്റില്ല. സോ വി മസ്റ്റ് ലിസൺ, വി മസ്റ്റ് സ്പീക്ക്. ദെൻ നല്ല ഫുഡെല്ലാം കഴിക്കണം. വി മസ്റ്റ് ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. ഇതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ്. വി മസ്റ്റ് ടേക്ക് ബാത്ത് എവറി ഡേ. വി മസ്റ്റ് ടേക്ക് എ ഷവർ എവറി ഡേ. വി മസ്റ്റ് ബേത്ത്. വി മസ്റ്റ് സ്ലീപ്പ് വെൽ. ഇങ്ങനെ മസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യം ഈസി ആയിട്ട് ചെയ്യണം ഉപദേശിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി മസ്റ്റ് ഉപയോഗിച്ചിട്ട് മറ്റൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ മസ്റ്റ് ഉപയോഗിച്ച് മസ്റ്റ് ഹാവ്. മസ്റ്റിനോടൊരു ഹാവ് ചേർത്താൽ എന്താണ് കിട്ടുക എന്ന് നോക്കുക. You must have. ആദ്യം പറയാൻ പോകുന്നത് all of us must have common sense. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു കാര്യം എന്താണ്? We must have common sense. അപ്പം must have വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അത് ഉണ്ടാവണം, അത് ഉണ്ടാകേണ്ടതുണ്ട് എന്ന മീനിങ് കിട്ടും. നിർബന്ധമായിട്ടും ഉണ്ടാകണം എന്ന് പറയുന്നതാണ് യു മസ്റ്റ് ഹാവ് എന്ന് ഉപയോഗിക്കാം. അതായത് ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, പ്ലസ് വേണം, ഉണ്ടാകണം. ഇങ്ങനെ മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഒരാളോട് നമ്മൾ പറയുക, ഒരു പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടിയോട് അമ്മ പറയാണ് എന്താണ്? യു മസ്റ്റ് ഹാവ് ദ ഹാൾ ടിക്കറ്റ് വിത്ത് യു. നിന്റെ അടുത്ത് ഹാൾ ടിക്കറ്റ് ഉണ്ടാകണം. യു മസ്റ്റ് ഹാവ് പെൻ ആൻഡ് പെൻസിൽസ്. ഓക്കെ, യു മസ്റ്റ് ഹാവ് എ സ്കെയിൽ. ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് പറയും യു മസ്റ്റ് ഹാവ് ആൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് വിത്ത് യു. ഓക്കെ, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയോട് പറയും യു മസ്റ്റ് ഹാവ് ഇനഫ് വിസ്ഡം. ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന കുട്ടി നിനക്ക് എന്തുണ്ടാവണം? യു മസ്റ്റ് ഹാവ് വിസ്ഡം. വിവേകം വേണം. യു മസ്റ്റ് ഹാവ് പൊളൈറ്റ്നെസ്. അവിടെ ചെന്നിട്ട് വലിയ ആളാവാൻ നോക്കരുത്. യു മസ്റ്റ് ഹാവ് പൊളൈറ്റ്നെസ്. ഓക്കെ, ദെൻ യു മസ്റ്റ് ഹാവ് ദ കറക്റ്റ്നെസ്. കൃത്യത വേണം. യു മസ്റ്റ് ഹാവ് ദ പങ്ക്ച്വാലിറ്റി. യു മസ്റ്റ് ഹാവ് ഉണ്ടാകണം. ഹി മസ്റ്റ് ഹാവ് അയാൾക്ക് ഉണ്ടാവണം വിസ്ഡം. ഹി മസ്റ്റ് ഹാവ് ഇനഫ് വിസ്ഡം. ഷീ മസ്റ്റ് ഹാവ് her own property. അവൾക്ക് അവളുടേതായിട്ടുള്ള. She must have her own jobs. She must not depend others. You must not depend others for all the things. So അതിനെന്ത് ചെയ്യണം?
We must have all the necessary things. We must have money. We must have education. And we must have good qualities. We must have the knowledge how to behave. We must have the knowledge. നമുക്ക് അറിവ് വേണം how to use the modern devices. We must have the knowledge. So we must have everything to live in this society. എന്താണ്? So we must have an updation of the things. നമുക്ക് എല്ലാത്തിൻ്റെ ഒരു അപ്ഡേഷൻ വേണം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം? We must observe the things. നമ്മൾ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം. We must realize the facts. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. Then we must have everything with us. അപ്പോൾ we must do, we must act, we must do, or we must die എന്നായി പോകും. We must do, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. Okay, we must open our eyes. We have our eyes and ears now, so we must open it. നമ്മൾ ഈ ലോകത്തേക്ക് തുറന്നു വെച്ചുകൊണ്ടേയിരിക്കുക. We must observe, we must watch everything. അതിനൊക്കെ നമുക്ക് വേണ്ടത് എന്താണ്? We must have the common sense. First പറയാം, we must have common sense, we must have wisdom, and we must have politeness, we must have the sincerity, we must have the sincerity, and we must have, നമുക്ക് എന്തുണ്ടാവണം? We, he, you, they, ഇതിനൊക്കെ അതാണ് ഉപയോഗിക്കുക. So he must have the responsibility. She must have the duty consciousness. They must have the regularity. All these things are we need for. So these are must. So you must speak English well in the coming days. So you must listen, you must listen, you must observe, you must watch videos, and you must do all the necessary things. Then you must have enough knowledge. Then really you will have, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും, you will have enough knowledge. എങ്ങനെയാണെങ്കിൽ if you must have the time, if you must have the time, നിങ്ങൾക്ക് സമയം ഉണ്ട് എങ്കിൽ, see, you must have time, നിങ്ങൾക്ക് സമയം ഉണ്ടാകണം, then you will have ideas, then you will have, അത് will have ഉണ്ടാകും, ഇത് ഉണ്ടാകണം. You must have the brain, you must have the boldness, you must have the courageousness, and you must have the bravery, and you must have everything. Must have ഉണ്ടാവണം.